വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. 2025 എക്സാംസ് എല്ലാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം വിത്തിൻ 2 ഇയേഴ്സ് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഇപ്പൊ എന്റെ ക്ലാസ്സിലുള്ള ആസ്പിറൻസിനൊക്കെ അറിയാം, നമ്മൾ ആ ഫൈനൽ ഡേ, അതായത് ആ റിസൾട്ട് വരുന്ന ദിവസം മുന്നിൽ കണ്ടിട്ടാണ് നമ്മളുടെ ഓരോ ക്ലാസ്സസും മുന്നോട്ടേക്ക് പോകുന്നത്. സോ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത ബാച്ചുമായിട്ട് എത്തിയിരിക്കുകയാണ്. 2026 എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബാങ്ക് റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിപ്പോ കഴിഞ്ഞ അത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്ലാസ് അതിപ്പം തുടങ്ങിയിട്ട് നമ്മൾ 2 മാസമായി. അപ്പോൾ കുറേയധികം ക്ലാസ്സസ് അതിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, പുതിയ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മളുടെ അടുത്ത ബാച്ചാണ് SBI PO ആൻഡ് ക്ലർക്ക് ബാച്ച്. നമുക്കറിയാം നമ്മളുടെ ബാങ്ക് എക്സാമിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. ആദ്യം നമുക്ക് വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് SBI POയും SBI ക്ലർക്കും ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ SBI PO ആൻഡ് ക്ലർക്കിന് വേണ്ടിയിട്ട് മാത്രം അപ്പൊ ബാക്കി എക്സാംസ് ഒന്നും കവർ ചെയ്യില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാ ബാങ്ക് എക്സാമിന്റെയും സിലബസ് സെയിമാണ്. ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെ സിലബസ് സെയിം ആണ്. അത് SBI PO, SBI ക്ലർക്ക്, IBPS PO, IBPS ക്ലർക്ക്, RRB PO, RRB ക്ലർക്ക്, എല്ലാത്തിന്റെയും സിലബസ് സെയിം ആണ്. PO ആകുമ്പോൾ ഇച്ചിരി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസും ക്ലർക്ക് ആകുമ്പോൾ അതിനെക്കാട്ടിലും ഇച്ചിരി ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് മാത്രമാണ് വ്യത്യാസം. എൻറ്റയർ സിലബസ് എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള എല്ലാ എക്സാംസിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴേ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം ഓഗസ്റ്റ് 1st വീക്കിലാണ് SBI POയുടെ പ്രിലിംസും സെപ്റ്റംബർ 1st വീക്കിലാണ് SBI ക്ലർക്കിന്റെ പ്രിലിംസും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾക്ക് ഫ്രം ദ സ്ക്രാച്ച്, ഫ്രം ദ ബേസിക്സിൽ നിന്ന് നിങ്ങൾക്ക് അത് പഠിക്കണം. അത് ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എല്ലാത്തിനും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിന്റെ അകത്തിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ കവർ ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ് സിലബസ്, അതായത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും 100% സിലബസ് കവർ ചെയ്ത് സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും പ്രൊവൈഡ് ചെയ്യാം. ബേസിക്സിൽ നിന്നായിരിക്കും ക്ലാസ് വരുന്നത്. ഇപ്പൊ ക്വാണ്ട് വളരെ ബേസിക്സിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം നിങ്ങളിപ്പം ഏത് ഡിഗ്രിയാണ് നമ്മളുടെ ബാങ്ക് എക്സാം എഴുതാനുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചിലപ്പോൾ ഒരു BA മലയാളം എടുത്ത ആസ്പിറന്റും ഉണ്ടാകും, ചിലപ്പോൾ BTech ഉണ്ടാകും, BDS ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബേസിക്സിൽ നിന്നായിരിക്കും നമ്മളുടെ ക്ലാസ്സസ് പോകുക. അതേപോലെ തന്നെ എക്സ് സർവീസ് ആസ്പിറൻസ് ആണെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമ്മൾ വളരെ പതുക്കെ വളരെ ബേസിക്സിൽ നിന്ന് തന്നെ മാത്രമേ നമ്മളുടെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ ക്ലാസ്സസ് കൊണ്ടുപോകുള്ളൂ. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് 450+ അവേഴ്സ് ഓഫ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ലൈവ് ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ മാക്സിമം ഒരു ദിവസം നിങ്ങൾക്ക് 4 ക്ലാസ്സസ് വരെ ആയിരിക്കും മാക്സിമം ഒരു ദിവസം വരിക. അങ്ങനെ വീക്ക്ലി 5 to 6 days ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നത്. ഓക്കെ, നമ്മളുടെ കോഴ്സ് ഫീ വരുന്നത് 6,999. അപ്പൊ നമ്മളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിനായിട്ടുള്ള ഒരു കുഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് മാത്രം നിങ്ങൾ ഇതിനെ കരുതിയാൽ മതി. ഈ 2026 വരുന്ന എല്ലാ എക്സാംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കോഴ്സിലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് April 15-നാണ്. അപ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ബേസിക്സിൽ നിന്ന് തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും 100% സിലബസ് കവർ ചെയ്ത് എല്ലാ എക്സാംസിനുള്ള പ്രാക്ടീസ് സെറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക്സിന്റെയും ഡെയിലി പ്രാക്ടീസ് പേപ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി ടാർഗറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടോപ്പിക് ടെസ്റ്റ്, വീക്കിലി ടോപ്പിക് ടെസ്റ്റ് എല്ലാത്തിന്റെയും, അതായത് ഒരു വീക്കിൽ നിങ്ങൾ പഠിച്ച ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്ത് നമ്മൾ ഡെയിലി നമ്മളുടെ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് വീക്കിലി ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, സെക്ഷണൽ ടെസ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളുടെ ആപ്പിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മളൊന്ന് കുറച്ച് ടോപ്പിക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് ഓരോ എക്സാംസ് വരും. അപ്പൊ അങ്ങനെ ആ ഓരോ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഡെയിലി ടാർഗറ്റ്സ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു ദിവസം എത്ര ക്വാണ്ട് ചെയ്യണം, എത്ര റീസണിങ് ചെയ്യണം, എത്ര ഇംഗ്ലീഷ് ചെയ്യണം. അപ്പൊ നിങ്ങൾ വേറെ എങ്ങും ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടോ തപ്പി നടക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ SBI PO ക്ലർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും സിലബസ് സെയിം ആണ്. SBI POയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ അത് കഴിഞ്ഞു വരുന്ന എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്ന് തന്നെ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്കപ്പം നേരിട്ട് ലൈവ് ക്ലാസ്സിൽ കാണാം.